ജയസൂര്യൻ സർ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ അല്ലെങ്കിൽ TRFന്റെ ഒരു പ്രധാന നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് സജ്ജാദ് ഖുൻ, അദ്ദേഹത്തിന് കേരളവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, കേരളത്തിൽ അദ്ദേഹം പഠിക്കാൻ വന്നിരുന്നു എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ അറിയുകയുണ്ടായി. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്യുന്നില്ല. മാത്രമല്ല, ചില ആളുകൾ ഇരുന്നിട്ട് അൽഖ്വയ്ദക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ വർത്തമാനം പറയുകയാണ് ചെയ്യുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? കേരളത്തിൽ ഭീകരവാദികൾ വന്നു, പരിശീലനം തേടിപ്പോയി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയെ അല്ല. നമ്മൾ കുറെ കാലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആസ്ട്രേലിയ, ശ്രീലങ്ക, അതുപോലെ സിറിയ, ഇവിടെയൊക്കെ നടന്ന ബോംബാക്രമണങ്ങളിലെ പ്രതികളായിട്ട് വരുന്ന ആൾക്കാരും ഇരകളായിട്ട് വരുന്ന ആൾക്കാരും അവരാരാണെങ്കിലും അത് കേരള ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ പോലീസും നമ്മുടെ പോലീസും അന്വേഷണം നടത്തുന്നത് കേരളത്തിന്റെ ഉള്ളിലാണ്. അവസാനം അത് കണ്ടുപിടിക്കപ്പെടുന്നുമുണ്ട്. അവർക്ക് വളരെ ആഴത്തിലുള്ള കേരള ബന്ധങ്ങളുണ്ട്. അതായത് ഭീകരവാദ ക്യാമ്പുകളിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നടന്ന റിക്രൂട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെയൊക്കെ കണക്ക് സഹിതം നമ്മുടെ പോലീസിന്റെ പക്കൽ തെളിവുകളുമുണ്ട്. അതുപോലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ചാവേറുകളായി പോയി മരിച്ചു വീണ നിരവധി മലയാളികളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ തന്നെ കാശ്മീരിലെ വനാന്തരത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹം ഒരു മലയാളിയുടേതാണ്. അപ്പോ അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളവുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്നും എങ്ങനെയാണ് എന്നും പറയേണ്ടത് കേരളത്തിലെ സർക്കാരും ഇവിടുത്തെ പോലീസും രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇത്തരം തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരെ മഹാന്മാരായി പുകഴ്ത്തുകയും അവർക്ക് വേണ്ടി നിയമസഭാ പ്രമേയം വരെ പാസാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇക്കാര്യത്തിൽ ചെറുവിരൽ പോലും അനക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ പരിശീലിപ്പിക്കുകയും റിക്രൂട്ട് ചെയ്യുകയും അതിന് ആവശ്യമായിട്ടുള്ള സാമൂഹ്യ പിന്തുണയും ഗവൺമെന്റ് പിന്തുണയും നേടിക്കൊടുക്കുകയും അവരെ മഹാന്മാരായി വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. ഈ അന്തരീക്ഷത്തിന്റെ മലീമസമായിട്ടുള്ള തനി ആവർത്തനമാണ് കേരളത്തിലെ മീഡിയ പുലർത്തുന്നത്. ഇപ്പോൾ ഏതാനും ദിവസമായി അങ്ങനെയുള്ള മീഡിയകൾ പോലും വലിയ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരുമെങ്കിലും ഏതാനും ദിവസം കഴിയുമ്പോൾ അവർ കളം മാറ്റി ചവിട്ടി പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും മാധ്യമപക്ഷത്തിന്റെയും തണൽ, സംരക്ഷണ കവചം ഉള്ള ലോകത്തെ ഒരേ ഒരു സ്ഥലം അത് കേരളമാണ്. മറ്റേത് പ്രദേശത്താണെങ്കിലും തീവ്രവാദികളുടെ കൈവശമിരിക്കുന്ന രാജ്യങ്ങൾ ഒഴിച്ചാൽ, അതായത് പാകിസ്ഥാൻ പോലെ സിറിയ പോലെയുള്ള രാജ്യങ്ങൾ ഒഴിച്ചാൽ, സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീകര പ്രസ്ഥാനങ്ങൾക്കും ഭീകരവാദികൾക്കും വളരെയേറെ പിന്തുണ കിട്ടുന്ന, അംഗീകാരം കിട്ടുന്ന, സ്വാധീനം കിട്ടുന്ന, അവര് ബഹുമാനിക്കപ്പെടുന്ന, അവര് ദേവാലയ ആരാധനയുടെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളിക്കപ്പെടുന്ന ഒരേ ഒരു സ്ഥലം കേരളം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ കേട്ട വാർത്ത സ്വാഭാവികമായ ഒരു വാർത്തയാണ്. പക്ഷെ അതല്ല അതിന്റെ കൗതുകം. ഈ വസ്തുത അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള VT ബലറാമിന്റെ ഒക്കെ ചില പോസ്റ്റുകളൊക്കെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്കകത്തെ ചൈന അനുകൂലികളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിനെ പോലുള്ള ആളുകളൊക്കെ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള യുവ നേതാക്കളൊക്കെ രംഗത്ത് വന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബഹുമാന്യനായിട്ടുള്ള N സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ ഇത്രയും വലിയ രാജ്യം ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധം വേണ്ട, യുദ്ധം ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് അൽഖ്വയ്ദക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശം പറയുകയാണോ എന്ന് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആളുകൾക്ക് തോന്നുന്നുണ്ട്. മല്ലികാർജുന ഖാർഗെ ഒരു പൊതുയോഗത്തിൽ നടത്തിയ, ഒരു റാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ കാശ്മീരിലെ അക്രമം മുൻകൂട്ടി സർക്കാരിന് അറിയാമായിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഒരു പരസ്യ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധി പോലും
രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമെങ്കിലും ആ പക്വതയില്ല എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി പോലും ശക്തമായി ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുകയും പ്രധാനമന്ത്രിയോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ഔചിത്യവും മര്യാദയും കാണിച്ചപ്പോഴാണ് വയോവൃദ്ധനായ പടുവൃദ്ധനായ മല്ലികാർജുന ഖാർഗെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഇപ്പൊ മല്ലികാർജുന ഖാർഗെയുടെ ഈ പ്രസ്താവന പാകിസ്ഥാനിൽ ആഘോഷമാവുകയാണ്. അപ്പോൾ എന്താണ് കേരളത്തിന്റെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത് വളരെയേറെ സംശയാസ്പദമാണ്. കാരണം രാജ്യം ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെയേറെ വിമർശനങ്ങളും അതുപോലെ ആക്രമണങ്ങളും നേരിടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അമേരിക്കയും റഷ്യയും ജപ്പാനും അടക്കമുള്ള ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും, ഒരുപക്ഷെ ചൈനയും പാകിസ്ഥാനും ഒഴികെ ഉള്ള മറ്റെല്ലാ രാജ്യങ്ങളും, തുർക്കിയും അതുപോലെ സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് തുറന്ന പിന്തുണ നൽകുമ്പോൾ ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം ഒരു വശത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നസ്വരം ഉയർത്തുന്നത് വളരെയേറെ സംശയാസ്പദമാണ്. അങ്ങേയറ്റം രാജ്യവിരുദ്ധം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോൾ രാജ്യത്തിനൊപ്പോഴും നമ്മുടെ സർക്കാരിനൊപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടേ സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചത് ഈ ഒരു സംഭവം നടന്നിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒരു വസ്തുത കൂടിയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ കൃത്യമായിട്ട് എതിർക്കുന്നത് ഈ നാട്ടിലെ ചില അടിമ കമ്മികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് നമുക്ക് വ്യക്തമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ആരാണ് ഇന്ത്യക്ക് വിഘടനവാദം സൃഷ്ടിക്കുന്ന നിലപാടുകൾ എടുക്കുന്നത്? അത് അർബൻ നക്സലുകളെ പോലുള്ള തീവ്ര മതചിന്തയോടുകൂടി മുമ്പോട്ട് പ്രത്യയശാസ്ത്രം നയിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരാണോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം. അല്ല, ഇപ്പൊ അർബൻ നക്സലുകളോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട PFIയോ നിരോധിക്കപ്പെടാതെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന SDPIയോ അടക്കമുള്ള നിരവധി തീവ്ര ഇസ്ലാമിക ഇന്ത്യ വിരുദ്ധ സംഘടനകൾ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മീഡിയയും മാധ്യമ സംവിധാനങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടേതായ നിലപാടുകളുമാണ്. എന്തിനാണ് അവർ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്? രാജ്യവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ പോലും ഭീകരവാദികളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് വലുത് എന്നുള്ള കാര്യം അവര് അടിവരയിട്ട് പറയുന്നതിന് തുല്യമാണ് ഇത്. അപ്പോൾ രാജ്യത്തെക്കാൾ ഉപരി ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ അധികാരമാണ് എന്നും അതിനാവശ്യമായ വോട്ട് സമാഹരിക്കാൻ ഏത് ഭീകരവാദിയുടെയും പിന്തുണ കിട്ടാൻ ആവശ്യമായ തരത്തിൽ ഭീകരവാദികളുടെ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, അതാണ് ഈ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ഇത്തരം നേതാക്കളുടെ നിലപാടുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അതായത് ഭീകരവാദികൾ ആയുധമെടുത്ത് ചെയ്യുന്ന കാര്യം ഇവർ നാവ് കൊണ്ട് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഭീകരവാദികൾക്ക് ഇവരൊരുക്കുന്ന ഈ സംരക്ഷണ കവചമാണ് കേരളത്തെ വളരെയേറെ ആകർഷണീയമാക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളും അതിന് കീഴടങ്ങുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. തീർച്ചയായിട്ടും അങ്ങ് ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ പക്വമായിട്ടുള്ള ചില നിലപാടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം രാജ്യത്തിനൊപ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണ, ഭീകരവാദത്തെ, പാകിസ്ഥാൻ ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ തകർത്തിരുന്നത് ഈ അവരുടെ ഉള്ളിൽ പിടികൂടിയിരുന്ന സുഡാപ്പി മനോഭാവമാണ് എന്ന കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് കൃത്യമായിട്ട് രാജ്യത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. അതിനെ തുരങ്കം വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചില ഈ മനുഷ്യാവകാശം, ആരുടെ മനുഷ്യാവകാശമാണ് സംസാരിക്കുന്നത് എന്ന വ്യക്തത പോലും ഇല്ലാതെ യുദ്ധത്തിനെതിരെയൊക്കെ സംസാരിക്കുന്ന സ്വരാജിനെ പോലുള്ള ആളുകൾ എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും സാർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പമാണ്. ഭീകരവാദത്തെ, പാകിസ്ഥാൻ ഭീകരവാദത്തെ, ഇസ്ലാമിക ഭീകരവാദത്തെ തുരങ്കം വെക്കുന്ന രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അപ്പൊ സാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.